നദിയുടെ പര്യായം തടിനി. നദിയുടെ പര്യായം തടിനി. വിപരീതം എഴുതുക. ചഞ്ചലം, അചഞ്ചലം. പിരിച്ചെഴുതുക. ഉന്മ. ഉൽ പ്ലസ് മ. ശരിയായ പദം നിശ്ചയം. ഇനൻ, സൂര്യൻ. തെറ്റില്ലാത്ത വാക്യം നന്ദി പറയുന്നു. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം അധ്വാനത്തിന്റെ മഹത്വം. ആസ് ദി സീഡ് സോ ദി പ്രൗഡ്. വിത്തുഗുണം പത്തുഗുണം. ചേർത്ത് എഴുതുക. ഈ പ്ലസ് അൾ ഇവൾ. കുളം കോരി നശിപ്പിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് അധ്യാപകർ. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. നിൻ പ്ലസ് കൾ. അതിഥിയെ സ്വീകരിക്കുന്ന ആൾ ആതിഥേയൻ. ശരിയായ പദം കണ്ടെത്തുക. ഖണ്ഡാകാരം. താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിന്റെ വിപരീത പദം നഞ്ച. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പദമല്ലാത്തത് തപസ്വി. ജംഗമം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ദത്തം. ജംഗമം എന്ന പദത്തിന്റെ പര്യായമാണ് ഇംഗം, ത്രസം, ചരം. ജംഗമം, ഇകം, ത്രസം, ചരം. ജംഗമം, ഇകം, ത്രസം, ചരം. ഘടകപദം ചേർത്ത് എഴുതുക. നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി ഒറ്റപ്പദം ദുർഗപദം. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം പ്രസ്താവം പറച്ചിൽ അല്ലെങ്കിൽ ആരംഭം, പ്രസ്ഥാനം യാത്ര അല്ലെങ്കിൽ പുറപ്പാട്. ശരിയായ പദമേത്? അവധൂതൻ. ഇൻ അക്കോർഡൻസ് വിത്ത്. ഉചിതമായ മലയാള പരിഭാഷ അതനുസരിച്ച്. ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം വമ്രി. വിപരീത പദം എഴുതുക. രസം, നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഇലയിട്ടു ചവിട്ടുക. യാചകൻ എതിർലിംഗം യാചകി. യാചകൻ, യാചകി. സലിംഗ ബഹുവചനം മിടുക്കന്മാർ. സലിംഗം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് ഏത് ലിംഗമാണെന്ന് മനസ്സിലാവും. സോ കുട്ടികളെന്ന് പറഞ്ഞാലും ജനങ്ങളെന്ന് പറഞ്ഞാലും അധ്യാപകർ എന്ന് പറഞ്ഞാലും ഇതെല്ലാം മിക്സ് ആണ്. എന്നാൽ മിടുക്കന്മാർ എന്ന് പറയുകയാണെങ്കിൽ അത് ബോയ്സിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പിരിച്ചെഴുതുക. ഇന്നി. ഈ പ്ലസ് നീ. ശരിയായ രൂപം ജീവച്ഛവം. സഹിതം, വിപരീതം, രഹിതം. സഹിതത്തിന്റെ ഓപ്പോസിറ്റ് രഹിതം. സഹിതം, രഹിതം. പറയുന്ന ആൾ വക്താവ്. പറയുന്ന ആൾ വക്താവ്. സ്ട്രൈക്ക്, ബ്രേക്കർ സമാന പദം കരിങ്കാലി. സ്ട്രൈക്ക്, ബ്രേക്ക്, കരിങ്കാലി. ജലം പര്യായം അപ്പ്. ജലം, അപ്പ്. കണ്ടു പിരിച്ചെഴുതുക. കൺ പ്ലസ് തു. കൺ പ്ലസ് തു കണ്ടു. കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക. ആ പ്ലസ് കാലം അക്കാലം. ആ പ്ലസ് കാലം അകാലമല്ല അക്കാലമാണ്. ഇരട്ടിക്കുന്നുണ്ട്. ആ പ്ലസ് കാലം അക്കാലം. പണിക്കാരി എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം സലിംഗ ബഹുവചനം. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം അജ്ഞാനം. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണുകൾ നിറയ്ക്കുന്നതായിരുന്നു. ഉചിതമായ മറുപടി ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത് ഛത്രം. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷിയുമായി. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്ന വാക്കിന്റെ വിപരീതം ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുക. പിൻ പ്ലസ് കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ശരിയായ പദം കണ്ടെത്തുക. അക്ഷൗഹിണി. നാഴികയുടെ 60 പങ്ക് വിനാഴിക. പിരിച്ചെഴുതുക. പരമോಚ್ಚ നില, പരമ ഉച്ചനില. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദമേത്? ആധ്യാത്മം, ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക. ചേർത്ത് എഴുതുക. കളം പ്ലസ് മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. മലർക്കളം എഴുതിക്കാത്തോരരജൻ. വൈരി
സ്ത്രീലിംഗം വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദി ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ കവിത വന്നണഞ്ഞതെന്നെ തേടിയ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്തത് നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം പാദമാക്കുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്ന ആശയം ലഭിക്കുന്ന പഴഞ്ചൊല്ല്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം കടപ്പുറം. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം ശാശ്വതം. നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായങ്ങൾ ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത. വിണ്ടലം പിരിച്ചെഴുതുമ്പോൾ വിൻ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദം തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന്റെ സമാന പദം മാലയം. അനപദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? വിശ്വസ്തൻ. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം. ഭാഗികത്തിന്റെ വിപരീതം സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. നീഹാരം പര്യയം മഞ്ഞ്. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ നടപടിക്രമം. വാക് പ്ലസ് മയം വാഗ്മയം. അവൻ പിരിച്ചെഴുതുക ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ആചാര്യർ. ശരിയായ വാക്യമേത്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപമേത്? ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദം തനയ. രവം വിപരീത പദം എഴുതുക. നീരവം. അന്ധ പ്ലസ് ചിദ്രം ചേർത്ത് എഴുതുമ്പോൾ അന്ധഛിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. കിങ്കരി. അലിംഗ ബഹുവചനം മിടുക്കർ. വാഗ്മയം പിരിച്ചെഴുതുക. വാക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കുരുടന്മാരോടരുത്. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. പല്ലവ പുടം വിഗ്രഹിച്ചെഴുതുക. പല്ലവത്തിന്റെ പുടം. സമാനമായ പദം എഴുതുക. മഞ്ഞ് പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണം. ശരിയായ വാക്യം ഏത്? നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം. ഇവിടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം വിമ്മിട്ടം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം മഹച്ചരിതം. വണ്ട് എന്ന അർത്ഥം വരാത്തത് പിപീലിക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം സ്പർഹണീയം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം നമ്മൾ.
കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം ശക്തരുള്ളപ്പോൾ ദുർബലൻ അഹങ്കരിക്കുക. ദിഗ്മുഖം എന്ന പദം പിരിച്ചെഴുതിയാൽ ദിക്ക് പ്ലസ് മുഖം. ബ്രെവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം സംക്ഷിപ്തത. ഒറ്റപ്പദം കണ്ടെത്തുക. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. പര്യായ പദം. താഴെ തന്നിരിക്കുന്നവയിൽ സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായ പദം ചൂതം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം തി. വിപരീത പദം എഴുതുക. ഗൗരവം, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം പിരിച്ചെഴുതിയാൽ കേൾ പ്ലസ് തു. കണ്ണടച്ചിരട്ടാക്കുക എന്ന ശൈലി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനം. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓടി. താഴെ പറയുന്നവയിൽ ശരിയായ പദം അതിരഥൻ. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതം ഉപസംഹാരം. പൂവമ്പ് എന്നത് പിരിച്ചെഴുതിയാൽ പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗം നങ്ങ്യാർ. മഞ്ഞ്, നീഹാരം. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. 10-15 എന്ന പദത്തെ ഘടകമാക്കുക. 10-15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉരുളയ്ക്കുപ്പേരി.